കെഎസ്ആർടിസി ഡിപ്പോയിൽ വെച്ച് നടന്ന പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ കൊല്ലം മണ്ഡലതല ഉദ്ഘാടനത്തിനിടെ മന്ത്രി ബിന്ദുകൃഷ്ണയ്ക്ക് നേരെയുണ്ടായ അപ്രതീക്ഷിത സംഭവം വലിയ പരപരപ്പ് സൃഷ്ടിച്ചു. ഉദ്ഘാടന ചടങ്ങുകൾക്ക് ശേഷം കൊട്ടാരക്കരയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൽ മന്ത്രി ആദ്യ യാത്ര ചെയ്യുന്നതിനിടെയാണ് മന്ത്രിയുടെ തലയിലേക്ക് ചൂട് പായസം മറിഞ്ഞു വീണത്. UDF സർക്കാരിന്റെ അഭിമാന പദ്ധതിയുടെ തുടക്കം ആഘോഷമാക്കുന്നതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങിൽ പായസ വിതരണം സംഘടിപ്പിച്ചത്. ഉദ്ഘാടന ബസ്സിനുള്ളിൽ വെച്ച് യാത്രക്കാർക്കും പാർട്ടി അണികൾക്കുമായി പായസ വിതരണം ചെയ്യുന്നതിനിടെ കനത്ത തിരക്കും ബഹളവുമുണ്ടായി. ഇതിനിടെ കോൺഗ്രസ് നേതാക്കളുടെ കയ്യിലുണ്ടായിരുന്ന ചൂട് പായസം അപ്രതീക്ഷിതമായി മന്ത്രി ബിന്ദുകൃഷ്ണയുടെ തലയിലേക്കും ദേഹത്തേക്കും മറിയുകയായിരുന്നു. ചൂടിന്റെ കാഠിന്യത്താൽ വലിയ നിലവിളിയോടെ എന്ത് ചതിയായി കാണിക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് മന്ത്രി സീറ്റിൽ നിന്നും ചാടി എഴുന്നേറ്റത് ബസ്സിനുള്ളിൽ കടുത്ത ആശങ്ക പരത്തി. പെട്ടെന്നുണ്ടായ പരിഭ്രാന്തിയിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികരും പാർട്ടി പ്രവർത്തകരും ചേർന്ന് തങ്ങളുടെ ഷാളും മറ്റും ഉപയോഗിച്ച് മന്ത്രിയുടെ മുഖവും തലയും അടിയന്തരമായി തുടച്ചു വൃത്തിയാക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായുണ്ടായ ഈ വലിയ വീഴ്ചയിലും ശാരീരിക അസ്വസ്ഥതയിലും മന്ത്രി ബസ്സിനുള്ളിൽ വെച്ച് കടുത്ത ദേഷ്യം പ്രകടിപ്പിച്ചു. തുടർന്ന് കടുത്ത വേദന അവഗണിച്ചും ചിന്നക്കട വരെ ബസ്സിൽ യാത്ര തുടർന്ന ശേഷമാണ് മന്ത്രി ബിന്ദുകൃഷ്ണ ചടങ്ങുകളിൽ നിന്നും മടങ്ങിയത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്.